എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധി 2018 ഡിസംബർ മാസമാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. അതിനുശേഷം അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇതുവരെയും 20 ഗഡുക്കളാണ് വന്നിട്ടുള്ളത്. 40,000 രൂപ വരെ അങ്ങനെയുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആധാർ കാർഡ്, കരമടച്ച രസീത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാങ്കിന്റെ പാസ്ബുക്ക്, ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാമായിരുന്നു. അങ്ങനെയുള്ളവർക്കെല്ലാം തുക വിതരണം ലഭിക്കുമായിരുന്നു. 2022 5-ാം മാസം ആയപ്പോഴാണ് നമുക്ക് നിയമങ്ങൾ മാറുന്നത്. KYC ചെയ്യണം, ലാൻഡ് സീഡിങ് ചെയ്യണം, DBT അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ KYC, ലാൻഡ് സീഡിങ്, ലാൻഡ് വെരിഫൈ ചെയ്യാതെ എനിക്ക് കിട്ടില്ല. കാരണം ഒത്തിരി പേര് കള്ളത്തരത്തിൽ ഈ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നതുകൊണ്ട് തന്നെയും അവരെ കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ലാൻഡ് സീഡിങ് എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ആധാറിലേക്ക് മാത്രമേ വീണ്ടും തുക അയക്കുകയുള്ളൂ. ഇനി അക്കൗണ്ട് നമ്പർ വഴിയുള്ള പണമയപ്പില്ല എന്നുള്ളത്. അതിനാണ് PFMSനെ ഏൽപ്പിച്ചത്, പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിനുശേഷം PFMS ആണ് നമുക്ക് ഈ ഒരു തുക വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പുതിയൊരു നിയമം വന്നു. അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കുന്നു. ഫാർമർ ID എടുക്കുന്നവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധി വിതരണം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഓരോരോ നിയമങ്ങൾ നമുക്ക് ഈ വർഷം തോറും മാറി നിൽക്കുകയാണ്. ഇപ്പം 5 വർഷം കഴിഞ്ഞ സമയത്ത് തന്നെ ഇത്രയും നിയമങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നിരവധി ആൾക്കാരെ വീണ്ടും പുറത്തേക്ക് ആക്കിയിരിക്കുകയാണ്. അത് ഒരു കുടുംബത്തിൽ 2 പേര് വാങ്ങുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ 2019 കരമടച്ച രസീതിലെ വന്നിരിക്കുന്ന മിസ്മാച്ച്, നേരത്തെ നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. 2018-19 കരമടച്ചതിന്റെ മിസ്മാച്ച് ഒന്നും അവർ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അത് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID ചെയ്ത ശേഷമാണ് ആ ഒരു മിസ്മാച്ച് കണ്ടുപിടിച്ച് കുറെ ആൾക്കാരെ കൂടെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 45% കർഷകരെ പുറത്താക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അങ്ങനെ അത് പ്രകാരം തന്നെ നിരവധി ആൾക്കാർ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഇന്നെലിജിബിലിറ്റി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ KYC അവിടെ യെസ് ആണെന്ന് കരുതി അത് ചെക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് നിങ്ങളുടെ KYC ഒന്ന് നോക്കണം. അപ്പോൾ ബയോമെട്രിക്കൽ KYC ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബയോമെട്രിക്കൽ KYC ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും നമ്മുടെ KYC സ്റ്റാറ്റസിന്റെ അവിടെ നമുക്ക് അവിടെ യെസ് എന്നുള്ളത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ബയോമെട്രിക്കൽ KYC ചെയ്യാനായിട്ട് നിർദ്ദേശിക്കും. അങ്ങനെയുള്ളവർ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും ചെന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഫോൺ നിങ്ങൾക്ക് PM കിസാൻ ഗോൾ എന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് KYC ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നിർദ്ദേശിക്കുന്നവർ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ വഴി പോയി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനി ഈ സമയത്ത് നിങ്ങൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി വിതരണം നിങ്ങൾക്ക് ഇനി 21ാമത്തെ ഗഡുവിതരണം മുടങ്ങുന്നതാണ്. നിരവധി ആൾക്കാർക്ക് 19ാമത്തെ ഗഡുവിതരണം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം, നിർബന്ധമാണ്. കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാരെ പുറത്ത് കളഞ്ഞിട്ടുണ്ട്. ലാൻഡ് സീഡിങ് ചെയ്യാതെ പോയിരിക്കുന്ന പോലെ അല്ല ഇത് നിരവധി ആൾക്കാരെ കർശനമായിട്ട് തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെലിജിബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റീസൺ എന്താണെന്ന് നോക്കുക. ആ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് അത് റെഡിയാക്കിയെങ്കിൽ മാത്രമേ ഇനി PM കിസാൻ സമ്മാൻ തുക വിതരണം ലഭിക്കുകയുള്ളൂ. അതല്ല എനിക്ക് 20ാമത്തെ ഗഡുവിതരണം ലഭിച്ചു, ഇനി ഒരു തടസ്സങ്ങളും ഇല്ല എന്ന് ഇരിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 19 വരെ ലഭിച്ചിട്ടും 20ാമത്തെ ഗഡുവിതരണം ലഭിക്കാത്തവരുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി PM കിസാൻ സമ്മാൻ തുക വിതരണം മുടങ്ങുന്നതാണ്. നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും തന്നെ നോക്കണ്ട. നിങ്ങളുടെ സ്റ്റാറ്റസ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ എന്തെങ്കിലും ഇന്നെലിജിബിലിറ്റി കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്ക് KYC, ലാൻഡ് സീഡിങ്, ബാങ്ക് KYC എന്നുള്ളതിന്റെ മുകളിൽ ഒരു കോളം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. അവിടെ ഇന്നെലിജിബിൾ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ KYC ഓപ്ഷൻ നോക്കിയിട്ട് അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് അത് സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ ഓൾറെഡി ഡൺ എന്നുള്ളതാണെങ്കിൽ യാതൊരു വിഷയവുമില്ല. അതല്ല അവിടെ ബയോമെട്രിക്കലായിട്ട് KYC ചെയ്യാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബയോമെട്രിക്കൽ KYC ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ സൈറ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിപ്പോൾ റീഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അത് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്